ഹായ് ഡിയേഴ്സ്, ദർശന അക്കാഡമിയുടെ നീറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയിൽ നമ്മൾ 3 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്റർ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പി ബ്ലോക്ക് ചേർത്തിട്ടുള്ള പി ബ്ലോക്ക് എലമെൻറ്റ്സ് ചാപ്റ്റർ. അതിനുശേഷം ബയോമോളിക്യൂൾസ്, ദെറാഫ്റ്റർ കഴിഞ്ഞ വർഷം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രാക്ടിക്കൽ കെമിസ്ട്രി. ഈ 3 കെമിസ്ട്രി ചാപ്റ്ററുകളുടെ കുറച്ച് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീറ്റ് എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്നത് എത്ര മാത്രം മാർക്കുണ്ട് അല്ലെങ്കിൽ എത്ര വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. പി ബ്ലോക്ക് എലമെന്റ്സ്, നേരത്തെ ഫസ്റ്റ് ഇയറിൽ ഒരു പി ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബോറോൺ കാർബൺ ഫാമിലി. സെക്കൻഡ് ഇയറിൽ നൈട്രജൻ മുതൽ നോബിൾ ഗ്യാസിന്റെ വരെ ഫാമിലി സെക്കൻഡ് ഇയറിലും ഉണ്ടായിരുന്നു. ഈ 2 ചാപ്റ്ററുടെ ചേർത്തിട്ടുള്ള പി ബ്ലോക്കിന്റെ വെയിറ്റേജ് 2020, 21, 22, 23, 24 കാലഘട്ടങ്ങളിൽ, അതായത് നിലവിൽ ഇപ്പോഴുള്ള സിലബസിന്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ 1, 2 ചോദ്യങ്ങളൊക്കെയാണ് പി ബ്ലോക്കിൽ നിന്ന് സാധാരണയായി ചോദിക്കാറുള്ളത്. ബയോമോളിക്യൂൾസിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് അവിടെ ചോദ്യം വരാറുള്ളത്. പ്രാക്ടിക്കൽ കെമിസ്ട്രി 2024 ഇൻട്രൊഡ്യൂസ് ചെയ്ത അങ്ങനെ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന്. ഇതിന് മുൻപത്തെ വർഷങ്ങളിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗമായ പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് കടക്കാം. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 13ാമത്തെ ഗ്രൂപ്പായ ബോറോൺ മുതൽ 18ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള നോബിൾ ഗ്യാസ് വരെയുള്ള ആ ഗ്രൂപ്പിന്റെ സ്റ്റഡിയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പുകളും അതിന്റെ ചില പ്രത്യേക പ്രോപ്പർട്ടികൾ, അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി, ഇവയുടെ ചേഞ്ചുകൾ, ഓക്സൈഡുകളുടെ ക്യാരക്ടേഴ്സ്, ഇതെല്ലാമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പ് ആയ പി ബ്ലോക്ക് എലമെന്റ്സിലെ ആദ്യത്തെ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ്. നമ്മൾ അതിനെ ബോറോൺ ഫാമിലി എന്ന് വിളിക്കും. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ഇത്രയും എലമെന്റ്സുകളാണ് ബോറോൺ ഫാമിലിയിലുള്ളത്. ഈ ബോറോൺ ഫാമിലിയുടെ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns2 np1 ആണ്. അതായത് 2s2 2p1 3s2 3p1 ആ ഒരു രീതിയിൽ ns2 ജനറലി ns2 np1 ആണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞ് അറ്റോമിക് റേഡിയസിലേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാണ്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അവിടെ ഒരു ചെറിയ എക്സെപ്ഷൻ ഉള്ളത്, ഗാലിയവും അലുമിനിയവും എടുത്തു കഴിഞ്ഞാൽ അലുമിനിയത്തിനെക്കാട്ടിലും അറ്റോമിക് റേഡിയസ് കുറവാണ് ഗാലിയത്തിനുള്ളത്. അത് ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് അതിന്റെ കാരണം. പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് ഗാലിയത്തിൽ. അയണൈസേഷൻ എൻതാൽപ്പിക്ക് ഒരു റിമാർക്കബിൾ ആയ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത് ഡൗൺ കൂടുകയോ പീരീഡ് കുറയോ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ അതിനൊരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ബോറോൺ, ടാലിയം, ഗാലിയം, അലൂമിനിയം, ഇൻഡിയം, അങ്ങനെ ചെറിയൊരു ഓൾട്ടർനേഷൻ ഉണ്ട് അവരുടെ അയണൈസേഷൻ എൻതാൽപ്പിക്ക്. ഗ്രൂപ്പ് 13കളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഫസ്റ്റ് ഡിക്രീസ് ചെയ്യും. ബോറോണിൽ നിന്ന് അലുമിനിയത്തിലേക്ക് വരുമ്പോൾ അത് ഡിക്രീസ് ചെയ്യും. അതിനുശേഷം ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് മോളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോഴേക്കും ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ബോറോണിൽ നിന്ന് ഇൻഡിയം, താലിയത്തിലേക്ക് വരുമ്പോൾ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യേണ്ടത്. സാധാരണയായിട്ട് ഗ്രൂപ്പ് 13 എലമെന്റുകൾ എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നെങ്കിൽ +3 ആയിരിക്കാം, അല്ലെങ്കിൽ +1 ആയിരിക്കാം. ഇനി ഇവരുടെ ഓക്സൈഡുകളുടെ ക്യാരക്ടർ ആണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. ബോറോൺ ഓക്സൈഡ് അസിഡിക് ആണ്. അലുമിനിയം ഓക്സൈഡും ഗാലിയം ഓക്സൈഡും ആംഫോട്ടറിക് ക്യാരക്ടർ, അസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടർ രണ്ടുമുണ്ട്. ഇൻഡിയത്തിന്റെയും താലിയത്തിന്റെയും ഓക്സൈഡ് ബേസിക് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബോറോൺ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്ത് അറിഞ്ഞിരിക്കണം. ബോറോൺ ഫാമിലിയുടെ മെമ്പർ ആര്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്, അവരുടെ ഈ പ്രോപ്പർട്ടികളിലുള്ള വേരിയേഷൻസ് എങ്ങനെയാണ്, അതായത് അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ്, അതാണ് നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. 14th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ 14th ഗ്രൂപ്പ് കാർബൺ ഫാമിലിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്, ഇത്രയാണ് കാർബൺ ഫാമിലിയിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns2 np2 ആണ്. കാർബണിന്റെ ആണെങ്കിൽ 6 ആണല്ലോ അറ്റോമിക് നമ്പർ, 1s2 2s2 2p2 ആണ്. ns2 np2 എന്നുള്ള ജനറൽ കാറ്റഗറിയിലാണ് ഈ ടൈപ്പിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഗ്രൂപ്പിനനുസരിച്ച് താഴത്തേക്ക് പോകുമ്പോൾ, മുകളിൽ നിന്ന് താഴത്തേക്ക് ഗ്രൂപ്പിലെ എലമെന്റുകൾ പോകുന്നതിനനുസരിച്ച് അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. സാധാരണയായി
14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകൾ എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4ഉം +2ഉമാണ്. അതിൽ തന്നെ ഓക്സൈഡുകളുടെ അസിഡിക്, ബേസിക് ആൻഡ് ആംഫോട്ടറിക് ക്യാരക്ടറാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്. സിലിക്കൺ ഓക്സൈഡും ജെർമേനിയം ഓക്സൈഡും അസിഡിക് ആണ്. അതുപോലെ തന്നെ SNഉം PbOയും ആംഫോട്ടറിക് ആണ്. ഇനി കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, ജെർമേനിയം ഡയോക്സൈഡ് ഇവരെല്ലാം അസിഡിക് ആണ്. എന്നാൽ SnO2ഉം PbO2ഉം ആംഫോട്ടറിക് ആണ്. അപ്പൊ ഇവരുടെ ഓക്സൈഡുകളുടെ ക്യാരക്ടറിക് ഫീച്ചേഴ്സ് അതും കൂടെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ പെടുന്ന ബാക്കിയുള്ള എലമെന്റുകളെ അപേക്ഷിച്ച് കാർബണിന് ചില എനോമലസ് പ്രോപ്പർട്ടികളുണ്ട്. അതുകൊണ്ടാണ് കാറ്റനേഷൻ ഉണ്ടാക്കാനും അലോട്രോപ്സ് എക്സിസ്റ്റ് ചെയ്യാനും ഒക്കെ കാർബണിന് സാധിക്കുന്നത്. കാർബണിന് അറിയാം വാലൻസി 4ആണ്. ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. ഡി ഓർബിറ്റൽസിന്റെ അഭാവം കൊണ്ട് അവർക്കൊരിക്കലും p ബോണ്ട് മാത്രമേ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡി ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഡി ഇലക്ട്രോൺസിന്റെ അഭാവം അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടികൾ ബാക്കിയുള്ള ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ അപേക്ഷിച്ച് ഒരുപാട് വിചിത്രങ്ങളായ കുറെ പ്രോപ്പർട്ടീസ് കാർബൺ ആറ്റത്തിനുണ്ട്. കാർബണിന് കാറ്റനേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളതാണ്. കാർബണുകൾ പരസ്പരം കണക്ട് ചെയ്ത് കാറ്റനേഷൻ ഫോം ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. കാറ്റനേഷൻ ഉണ്ടാക്കാൻ പറ്റും. വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. They can exist as allotrope. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻസ് തുടങ്ങിയ അലോട്രോപ്സ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് പറ്റും. കാർബണിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. വാലൻസി 4ആണ്. ഡി ഇലക്ട്രോൺസ് ഇല്ല. അവർക്ക് p ബോണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹെവിയർ ആയിട്ടുള്ള എലമെന്റുകൾ കാർബൺ ഒഴിച്ചാൽ കാർബൺ തൊട്ട് താഴെ വരുന്ന സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് തുടങ്ങിയ എലമെന്റുകൾക്ക് p ബോണ്ട് ഫോം ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇവരുടെ അറ്റോമിക് ഓർബിറ്റൽസിന്റെ സൈസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇഫക്റ്റീവ് ആയിട്ട് ഓവർലാപ്പിംഗ് നടക്കാതെ വരും. ആയതിനാൽ അവർക്ക് p ബോണ്ട് ഫോം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഗ്രൂപ്പ് 14ലെ എലമെന്റുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 15th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നിലവിലത്തെ പണ്ടത്തെ ഒരു സിലബസ് അനുസരിച്ച് 15th ഗ്രൂപ്പ് മുതൽ 15, 16, 17, 18, 19 ഈ 5 ഗ്രൂപ്പുകൾ സെക്കൻഡ് ഇയറിലെ പി ബ്ലോക്കിന്റെ ഭാഗമായിരുന്നു. ഫസ്റ്റ് ഇയറിന്റെ പി ബ്ലോക്കിന്റെ പോർഷൻ ആയിരുന്നു ബോറോണും കാർബൺ ഫാമിലി എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിന്റെ പി ബ്ലോക്ക് ആണ് നൈട്രജൻ മുതൽ നോബിൾ ഗ്യാസ് വരെയുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഇയറിന്റെ പി ബ്ലോക്കിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് 15 എലമെന്റ് നൈട്രജൻ ഫാമിലി. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് ഇത്ര എലമെന്റുകളാണ് നൈട്രജന്റെ ഫാമിലിയിലുള്ളത്. ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NH2 NP3 ആണ്. NP3 ആണ്. 2s2 2p3, 3s2 3p3 ആ ഒരു രീതിയിൽ പോകും. എലമെന്റുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ നൈട്രജൻ ഗ്യാസ് ആണ്. ഫോസ്ഫറസ് സോഫ്റ്റ് സോളിഡ് ആണ്. ആഴ്സനിക്കും ആന്റിമണിയും ബിസ്മത്തും ഹാർഡ് സോളിഡുകളാണ്. ഇവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -3, +3, +5 എന്നിങ്ങനെയാണ്. അറ്റോമിക് റേഡിയയും ഡെൻസിറ്റിയും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസസ് മൂവിംഗ് ഡൗൺ ദി ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയയും ഡെൻസിറ്റിയും ബോയിലിംഗ് പോയിന്റിനും ഇൻക്രീസ് സംഭവിക്കും. നൈട്രജൻ മുതൽ ആഴ്സനിക്, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്തിലേക്ക് വരുമ്പോൾ അത് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തും. ഇനി മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നൈട്രജൻ മുതൽ ആർസനിക് വരെ ഈ പറയുന്ന മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ഉണ്ട്. നൈട്രജനേക്കാളും കുറച്ച് കൂടുതലാണ് ഫോസ്ഫറസിനേക്കാളും കൂടുതലാണ് ആർസനിക്. അതിനുശേഷം വീണ്ടും ഒരു ഡിക്രീസ് അവിടെ സംഭവിക്കും. ആന്റിമണിയും ബിസ്മത്തും വരുമ്പോൾ വീണ്ടും ആ മെൽറ്റിംഗ് പോയിന്റ് ഒരു ചെറിയ ഡിക്രീസ് ഉണ്ട്. ഇനി മെറ്റാലിക് ക്യാരക്ടർ പറയുകയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും നമുക്കറിയാം നോൺ മെറ്റൽസ് ആണ്. ആർസനിക്കും ആന്റിമണിയും മെറ്റലോയിഡ് ആണ്. ബിസ്മത്ത് ഒരു മെറ്റലുമാണ്. ഇനി ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഒരു ഗ്രൂപ്പിൽ മുകളിലുള്ള നൈട്രജൻ എലമെന്റിൽ നിന്ന് ബിസ്മത്തിലേക്ക് വരുമ്പോൾ ഡിക്രീസ് ആണ് കാണുന്നത്. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ അവിടെ നൈട്രജൻ ആണ്. നിങ്ങളിത് പീരിയോഡിക് പ്രോപ്പർട്ടി എന്നുള്ള ഫസ്റ്റ് ഇയറിന്റെ ചാപ്റ്ററിലും പഠിച്ചിട്ടുള്ളതാണ്. Ionization enthalpy, electronegativity decreases down the group from nitrogen to bismuth. നൈട്രജനിൽ നിന്ന് ബിസ്മത്തിലേക്ക് വരുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറവാണ് സംഭവിക്കുന്നത്. നൈട്രജൻ മാത്രമല്ല ഈ ഗ്രൂപ്പിലെ ഈ ഒരു പർട്ടിക്കുലർ 15th ഗ്രൂപ്പിലെ എലമെന്റുകൾക്ക് പൊതുവെ ഓക്സൈഡുകൾ 2 തരത്തിലുള്ള ഓക്സൈഡുകൾ ഫോം ചെയ്യാൻ പറ്റും. നമ്മളിവിടെ E2O3 എന്നും E2O5 എന്നാണ് ജനറലി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലെ നൈട്രജന്റെ ഓക്സൈഡുകൾ അസിഡിക് ആണ്. ആഴ്സനിക്കും ആന്റിമണിയും ബിസ്മത്തും ആർസനിക്കിന്റെ ആന്റിമണിയുടെയും ഓക്സൈഡുകൾ ആംഫോട്ടറിക് ആണ്.
ബിസ്മത്തിന്റെ ഓക്സൈഡ് ബേസിക് ആയിരിക്കും. ഇനി നൈട്രജന്റെ വ്യത്യസ്തങ്ങളായ പല ഓക്സൈഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ. NO, N2O, NO2, N2O3, N2O4, N2O5 അങ്ങനെ വ്യത്യസ്തങ്ങളായ ഓക്സൈഡ് നൈട്രജന് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ NOയും N2Oയും ന്യൂട്രൽ ഓക്സൈഡുകളാണ്. ബാക്കി എല്ലാ ഓക്സൈഡുകളും അസിഡിക് ആണ്. അതായത് NO, NO2, N2O, N2O3, N2O5, N2O5 അങ്ങനെ വാസ്റ്റ് നമ്പർ ഓഫ് ഓക്സൈഡ്സ് നൈട്രജന് ഫോം ചെയ്യാൻ പറ്റും. എമംഗ് ദി ഓക്സൈഡ് NO ആൻഡ് N2O, NOയും N2Oയും അവർ ന്യൂട്രൽ ആണ്. ബാക്കി ഇരിക്കുന്ന എല്ലാ ഓക്സൈഡുകളും 4 ഓക്സൈഡുകളും അസിഡിക് ആണ്. ആ ഓക്സൈഡിന്റെ നേച്ചറും കൂടെ ഓർത്തിരിക്കുക. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജനുമായിട്ട് ചേർന്ന് NH3 ഫോം ചെയ്യും. അമോണിയ, ഫോസ്ഫറസ് ആണെങ്കിൽ PH3 ഫോം ചെയ്യും. കറസ്പോണ്ടിങ് EH3 എന്നുള്ള ജനറൽ ടൈപ്പ് ഓഫ് ഹൈഡ്രൈഡുകൾ അവർക്ക് ഫോം ചെയ്യാൻ പറ്റും. ഈ ഹൈഡ്രൈഡുകളുടെ എല്ലാം തെർമൽ സ്റ്റെബിലിറ്റി, ബേസിക് ക്യാരക്ടർ, ബോണ്ട് ആംഗിൾ, ഡൈപോൾ മൊമെന്റ് എന്നിവ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് വരുന്ന അനുസരിച്ച് കുറവാണ് ചെയ്യുന്നത്. നിങ്ങളിത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ചാപ്റ്ററിലും ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. NH3, PH3, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് ഇവരുടെ കറസ്പോണ്ടിങ് ഹൈഡ്രൈഡുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ NH3 ആയിരിക്കും തെർമൽ സ്റ്റെബിലിറ്റിയും ബേസിക് ക്യാരക്ടറും ബോണ്ട് ആംഗിളും ഡൈപോൾ മൊമെന്റും ഒക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. താഴോട്ട് വരുന്നതിനനുസരിച്ച് ഗണ്യമായ രീതിയിൽ ഈ ഡൈപോൾ മൊമെന്റ്, തെർമൽ സ്റ്റെബിലിറ്റിയും ബേസിക് ക്യാരക്ടറും ഒക്കെ കുറവാണ് കാണിക്കുന്നത്. കാരണം ഹൈഡ്രജനുമായിട്ട് ഉണ്ടാകുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അല്ല താഴോട്ട് വരുന്ന ഓരോന്നിനനുസരിച്ച്. ആ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രോപ്പർട്ടികളിലെല്ലാം കാര്യമായ വ്യത്യാസം സംഭവിപ്പിക്കുന്നുണ്ട്. റെഡ്യൂസിങ് നേച്ചറും ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയാണ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പൊ 15th ഗ്രൂപ്പിലെ ഈ ഹൈഡ്രൈഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. അപ്പൊ 15th ഗ്രൂപ്പിലെ ഹൈഡ്രൈഡുകളുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. മോസ്റ്റ് ബേസിക് ഹൈഡ്രൈഡ് ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്. ഗ്രൂപ്പ് 15ലെ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് ഇവരിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള ഹൈഡ്രൈഡ് ആയിരുന്നാണ് ചോദ്യം. മുമ്പേ പറഞ്ഞു നൈട്രജനിൽ നിന്ന് ഗ്രൂപ്പിന് താഴ്ത്തു വരുന്നതിനനുസരിച്ച് അവരുടെ ബേസിക് ക്യാരക്ടർ കുറയും. അപ്പൊ ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബേസിക് ക്യാരക്ടർ ഉള്ളത് NH3 NH3 അതിനുശേഷം PH3 ആ ഒരു രീതിയിലാണ് പോകേണ്ടത്. ഒരു മോളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോഴേക്കും അവരുടെ ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. NH3, PH3 ആ ഒരു രീതിയിൽ. കാരണം NH3യിലെ നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആയിരിക്കില്ല PH3യിലെ ഫോസ്ഫറസും ഹൈഡ്രജനും തമ്മിലുള്ളത്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നൈട്രജന് കൂടുതൽ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ ഡോണറുകളാണ് ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് NH3 ഈസ് മോർ ബേസിക്. അപ്പൊ ആ ഒരു ഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് ബേസിക് ക്യാരക്ടർ പഠിച്ചു വെക്കുക. ഇനി മെൽറ്റിംഗ് പോയിന്റിലും ബോയിലിംഗ് പോയിന്റിലും ഇതിൽ 2 ഭാഗവുമായിട്ട് കാണിച്ചിരിക്കുന്നതിൽ അവിടെ മഞ്ഞ നിറത്തിൽ NH3 കാണിച്ചിട്ടുണ്ട്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനും NH3യിൽ ചെറിയൊരു ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് NH3ക്ക് ചെറിയൊരു വ്യത്യാസമുള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് എന്നുള്ള മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എഴുതുമ്പോഴേക്കും ബോയിലിംഗ് പോയിന്റിൽ ഫോസ്ഫറസിന്റെയും ആർസനസ് ഹൈഡ്രൈഡിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലുണ്ട് NH3ക്ക്. അതിന് കാരണം ശരിക്കും പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴ്ത്തു വരുമ്പം കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്നിരുന്നാൽ കൂടി NH3ക്കാണ് PH3ക്കാട്ടും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. കാരണം NH3യിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പൊ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതിനാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷനും. അപ്പൊ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ എനർജി ആവശ്യമായിട്ടുണ്ട്. ആയതിനാൽ അവർക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കൂടെ ചേർത്ത് വെച്ച് വേണം പഠിക്കാൻ വേണ്ടി. ഗ്രൂപ്പ് 16ലേക്ക് വരുമ്പോൾ ഓക്സിജൻ ഫാമിലിയാണ് ഗ്രൂപ്പ് 16. ഗ്രൂപ്പ് 16ൽ ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം ഇത്രയും ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് 16ലുള്ളത്. ഓക്സിജൻ മുതൽ ടെലൂറിയം, ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം വരെയുള്ള എലമെന്റുകളാണ് ഗ്രൂപ്പ് 16ലുള്ളത്. ഗ്രൂപ്പ് 16ലുള്ള എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NH2NP4 ആണ്. NH2NP4 ആണ്. ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓക്സിജൻ ഗ്യാസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളവരെല്ലാം സോളിഡുകളാണ്. അറ്റോമിക് റേഡിയൈ, ഡെൻസിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പൊ അറ്റോമിക് റേഡിയയും അതുപോലെ തന്നെ ഡെൻസിറ്റിയും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഓക്സിജൻ മുതൽ സൾഫർ, സെലിനിയം താഴോട്ട് വരുന്നതനുസരിച്ച് കൂടുതലായിട്ടാണ് വരുന്നത്. അതുപോലെ ബാക്കി 2 കാര്യങ്ങൾ ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. താഴോട്ട് വരുന്നതോളും കുറയുന്ന 2
മൂന്ന് പാരാമീറ്ററുകളാണ്. ഒന്ന് അയണൈസേഷൻ എൻതാൽപ്പി, അടുത്തത് ഇലക്ട്രോനെഗറ്റിവിറ്റി. അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി. ഈ മൂന്ന് പാരാമീറ്ററുകളും ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന്, ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴ്ത്തു വരുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുകയാണ്. കൂടുന്ന പാരാമീറ്ററുകളാണ് അറ്റോമിക് റേഡിയസ്, ഡെൻസിറ്റി, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അവരുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആണ്. എന്നാൽ അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി ഇവർ ഗ്രൂപ്പിൽ, ഓക്സിജൻ ഫാമിലിയിലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴ്ത്തു വരുന്നതോറും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബോയിലിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഹൈഡ്രൈഡുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ H2O, H2S, H2SC, H2T, ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം, ഈ ഒരു ഫാമിലി എടുത്തിട്ടുണ്ട് എങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വാട്ടറിന് തന്നെയാണ്, H2Oയ്ക്കാണ്. ബോയിലിംഗ് പോയിന്റ് യൂഷ്വലി ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് വരുന്തോറും കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു അനോമലസ് ആയ ബിഹേവിയർ ഉണ്ട്. ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 എലമെന്റ്സുകളിൽ ഓക്സിജൻ ആറ്റം അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിനാൽ വാട്ടറിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. അതിനുശേഷം H2T, then H2SC, ഏറ്റവും കുറവായിരിക്കും H2S, സൾഫറിന്. ഗ്യാസ് ആണ് റൂം ടെമ്പറേച്ചറിൽ പോലും. ആയതിനാൽ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ആണ് അവർക്കുള്ളത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ കാര്യം ഓർത്ത് വെച്ചേക്കുക. ഗ്രൂപ്പ് 16 എലമെന്റിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് വാട്ടർ മോളിക്യൂൾ തന്നെയായിരിക്കും. ഇനി ഏറ്റവും കുറവ് H2S-നായിരിക്കും. ഈ ഒരു ഗ്രൂപ്പുകളുടെ സാധാരണഗതിയിലുള്ള ഒരു കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ +2 അല്ലെങ്കിൽ -2 +4 +6 ഈ രീതിയിലാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇവരുടെ ബോയിലിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് 16 എലമെന്റുകളുടെ ബോയിലിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യമാണ് അടുത്തത്. ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 ഹാവിംഗ് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് 16 എലമെന്റുകളിൽ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ഇവരിലെ ആർക്കാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ബോയിലിംഗ് പോയിന്റ് ഗ്രൂപ്പ് 16 കോമ്പൗണ്ടുകളുടെ ഹൈഡ്രേറ്റ്സുകളുടെ ബോയിലിംഗ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വാട്ടറിനാണ്. വാട്ടർ കഴിഞ്ഞാൽ H2TE, H2SC, ഈ 4 പേരുടെ കേസിലാണെങ്കിൽ H2SC. ലീസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആണ് ആർക്ക് വരേണ്ടത്? H2S, ഹൈഡ്രജൻ സൾഫൈഡ്. ഇൻഫാക്ട് അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഒന്നും ഇല്ലാത്തതിനാൽ അവർക്കായിരിക്കും ശരിക്കും H2TE, H2SC, H2S കഴിഞ്ഞിട്ടാണ് H2O വരേണ്ടിയിരുന്നത്. പക്ഷെ വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതിനാൽ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതിനാൽ അവർക്ക് വളരെ സ്ട്രോങ് ആയി ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്യുന്നതിനാൽ ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജിയുടെ ആവശ്യമുണ്ട്. ആയതിനാൽ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ലീസ്റ്റ് ബോയിലിംഗ് അല്ലെങ്കിൽ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള കോമ്പൗണ്ട് H2S തന്നെയാണ്. ഈവൻ ഗ്യാസ് ആണ് റൂം ടെമ്പറേച്ചറിൽ. ഗ്രൂപ്പ് 17 എലമെന്റിലേക്ക് വരികയാണെങ്കിൽ ഗ്രൂപ്പ് 17 എലമെന്റ്സുകളെ നമ്മൾ ഹാലജൻസ് എന്ന് വിളിക്കും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഇത്ര എലമെന്റുകളാണ് ഹാലജൻ ഫാമിലിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇവരുടെ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് NS2np5 എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോണും കൂടി ഉണ്ട് ഒക്ടറ്റ് ഫില്ല് ചെയ്യാൻ. ദേ റിക്വയർ 1 more electrons to complete their octet. ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിലാണ് അവർ ഈ കാണപ്പെടുന്നത്. ഇതിൽ തന്നെ ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഫ്ലൂറിനും ക്ലോറിനും ഗ്യാസുകളാണ്. ബ്രോമിൻ റൂം ടെമ്പറേച്ചർ ലിക്വിഡ്, അപ്പൊ ഒരു നോൺ മെറ്റൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു എലമെന്റും കൂടിയാണ് ബ്രോമിൻ. അയഡിൻ സോളിഡ, നിങ്ങൾക്കറിയാം അയഡിൻ ചെറിയ ഉണ്ട പോലെ കഷ്ണങ്ങളായിട്ടിരിക്കും. നമ്മുടെ ഈ സ്ലൈഡിന്റെ കളർ പോലെ ഒരു ബ്രൗൺ നിറത്തില്, വയലറ്റ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അറ്റോമിക് റേഡിയ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ആണ്. അവർ അടങ്ങിയിരിക്കുന്നത് ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരീഡിലാണോ അവർ അടങ്ങിയിരിക്കുന്നത്, ആ പീരീഡിലെ ഏറ്റവും കുറവ് അറ്റോമിക് റേഡിയസ് ഉള്ളത് ഹാലജൻ ആറ്റത്തിനായിരിക്കും. അറ്റോമിക് റേഡിയസ് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനാൽ. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. നമ്മൾ സാധാരണ പറയുന്നത് താഴോട്ട് വരുന്നതിനനുസരിച്ച് സൈസ് കൂടും, സൈസ് കൂടുന്നതിനനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നതിനാൽ ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് കൂടുന്നതിനാൽ ഈസിയാണ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ എനർജി വളരെ കുറച്ച് മതി. അപ്പൊ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അവിടെ അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു വിചിത്രമായ ഒരു കാര്യമുണ്ട്. ശരിക്കും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ക്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ ഉള്ളത്. അത് ക്ലോറിന്റെ സൈസുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ഡി ഇലക്ട്രോൺസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ബുക്കിൽ പ്രത്യേക പാരഗ്രാഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹാലജൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഉള്ളത് അത് ക്ലോറിൻ ആണ്.
ക്ലോറിൻ കഴിഞ്ഞാൽ ബ്രോമിനും കഴിഞ്ഞ് അയഡിനും കഴിഞ്ഞിട്ട് അയഡിൻ അല്ല, ക്ലോറിൻ കഴിഞ്ഞ് ബ്രോമിൻ കഴിഞ്ഞ് ഫ്ലൂറിൻ കഴിഞ്ഞിട്ടാണ് അയഡിൻ വരേണ്ടത്. ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഈ ഹാലജൻസുകൾക്കെല്ലാം പൊതുവെ കളറുണ്ട്. ഫ്ലൂറിൻ ആണെങ്കിൽ യെല്ലോ നിറമാണ്, ക്ലോറിന് ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ കളറാണ്, ബ്രോമിന് ഒരു റെഡിഷ് ബ്രൗൺ നിറമാണ്, അയഡിന് ഒരു വയലറ്റ് കളറാണ്. അപ്പൊ കളറുള്ള ഒരു കോമ്പൗണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ കളറുള്ള ഒരു ഗ്രൂപ്പ് എലമെന്റ്സും കൂടിയാണ് ഈ ഹാലോജൻസ് എന്ന് പറയുന്നത്. ഹാലജൻസ് ഫാമിലിയുടെ അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. താഴ്ത്ത് വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഈ ഓർഡറിലാണ്: ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ. അപ്പൊ അത് നിങ്ങൾ പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുള്ളതാണ്. ശരിക്കും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നാണ് വരേണ്ടത്. താഴ്ത്ത് വരുന്നതിനനുസരിച്ചിട്ടാണ്, കുറവാണ് വരേണ്ടത്. പക്ഷെ ഫ്ലൂറിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിൻ ഉണ്ട്. ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിൻ ഉണ്ട്. ഇതൊന്ന് ഓർഡർ ഓർത്ത് വെച്ചേക്കണം: ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇനി മെൽറ്റിംഗ് പോയിന്റിലും ബോയിലിംഗ് പോയിന്റും എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, കാരണം ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. മെൽറ്റിംഗ് പോയിന്റ് ഹൈഡ്രജൻ അയോഡൈഡിനാണ് ഏറ്റവും കൂടുതൽ, ഹൈഡ്രജൻ ഫ്ലൂറൈഡിനെ കാട്ടിലും. ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് മെൽറ്റിംഗ് പോയിന്റിനും ബോയിലിംഗ് പോയിന്റിനും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനാണ് കൂടുതൽ, ഫ്ലൂറിനെ കാട്ടിലും. സാധാരണയായി ഇവർക്ക് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കാറുള്ളത്. എന്നാൽ ഫ്ലൂറിൻ ആറ്റം പോലുള്ള ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളിൽ ഇവർക്ക് +1, +3, +5, +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളിൽ IF3, IF5, IF7 പോലുള്ള ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളിൽ ഇവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഇനി റിയാക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ റിയാക്ടിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് പ്രപ്പോർഷണലാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴ്ത്തു വരുന്നവരും കുറയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റിയാക്ടിവിറ്റി ഫ്ലൂറിന് കൂടുതൽ, ദെൻ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ആ ഓർഡറിലാണ് പോകേണ്ടത്. ഓക്സിഡൈസിംഗ് പവർ പറയുകയാണെങ്കിൽ ഓക്സിഡൈസിംഗ് പവറും ഇതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹാലജൻസ് ആർ പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ്. ഓക്സിഡൈസിംഗ് ഏജന്റ് അവർക്ക് നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ പോസിറ്റീവ് ആയിട്ടുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണുള്ളത്. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഓക്സിഡൈസിംഗ് പവറുള്ള എലമെന്റ് ആണ്. ക്ലോറിനെക്കാട്ടിലും കൂടുതൽ ഓക്സിഡൈസിംഗ് പവർ ആണ്. അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ല, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അവിടെ ഓക്സിഡൈസിംഗ് പവർ ഫ്ലൂറിൻ, ദെൻ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ആ ഓർഡർ തന്നെയാണ്. ഹാലജൻസ് ആർ പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ്. ഓക്സിഡൈസിംഗ് പവർ ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഇനി തെർമൽ സ്റ്റെബിലിറ്റി പറ്റി പറയുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് താഴ്ത്തു വരുന്നതിനനുസരിച്ച്. അസിഡിക് ക്യാരക്ടറും അവരുടെ റെഡ്യൂസിംഗ് നേച്ചറും ഇൻക്രീസ് ചെയ്യുകയാണ്. അസിഡിക് ക്യാരക്ടറും റെഡ്യൂസിംഗ് നേച്ചർ, ഓക്സിഡൈസിംഗ് നേച്ചർ അല്ല, റെഡ്യൂസിംഗ് നേച്ചർ ഇൻക്രീസിംഗ് ഡൗൺ ദി ഗ്രൂപ്പ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു അസർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. ഫ്ലൂറിൻ ഈസ് സ്ട്രോങ്ങർ ഓക്സിഡൈസിംഗ് ഏജന്റ് ദാൻ ക്ലോറിൻ. ശരിയാണ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴ്ത്തു വരുന്നവരും ഓക്സിഡൈസിംഗ് നേച്ചർ ഫ്ലൂറിന്, ഹാലജൻസിന്റെ കേസിൽ ഫ്ലൂറിൻ ഈസ് മോർ ഓക്സിഡൈസിംഗ് പവർ. റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ ദാൻ ഫ്ലൂറിൻ. അതും ശരി തന്നെയാണ്. ക്ലോറിന് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട് ഫ്ലൂറിനെക്കാട്ടിലും. പക്ഷെ അതല്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഫ്ലൂറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണ്, ഹൈ പോസിറ്റീവ് വാല്യൂ ആണ് ക്ലോറിനെക്കാട്ടിലും. ആയതിനാലാണ് അത് മോർ ഓക്സിഡൈസിംഗ് പവർ വന്നിരിക്കുന്നത്. അപ്പൊ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷെ റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ, പക്ഷെ റീസൺ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ഫാമിലിയിലേക്ക് ഇനി നോബിൾ ഗ്യാസിലേക്ക് വരികയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അവിടെ ഓർത്തിരിക്കാനുള്ളൂ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്നിവരാണ് നോബിൾ ഗ്യാസ് ഫാമിലിയിൽ പെടുന്നത്. ഇപ്പൊ നോബിൾ ഗ്യാസ് ഫാമിലിയുടെ കളറ്, അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അറ്റോമിക് റേഡിയസ്, സോല്യൂബിലിറ്റി അതെല്ലാം ഗ്രൂപ്പിൽ ഡൗൺ വരുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ ചെറിയൊരു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും അതുപോലെ തന്നെയാണ്. ദേ ഹാവ് ഹൈ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതെല്ലാം നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടിയുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. സാധാരണയായിട്ട് നോബിൾ ഗ്യാസുകൾ ഒക്ടറ്റ് ഫില്ലായതിനാൽ അല്ലെങ്കിൽ ഡബ്ലറ്റ് ഫില്ലായതിനാൽ കോമ്പൗണ്ട് ഫോം ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. എന്നാൽ
ഫ്ലൂറിൻ കോമ്പൗണ്ട് സിനോൺ കോമ്പൗണ്ടുകൾക്ക് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ സിനോണിന്റെ കോമ്പൗണ്ടുകളുടെ ഹൈഡ്രോളിസിന്റെ റിയാക്ഷൻസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. സിനോൺ ഫ്ലൂറൈഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴേക്കും സിനോൺ മെറ്റലും HFും O2ഉം ഉണ്ടാകും. 2HCF2 plus 2H2O gives 2Hc plus 4HF plus O2. അതുപോലെ തന്നെ സിനോൺ ടെട്രാഫ്ലൂറൈഡും സിനോൺ ഹെക്സാഫ്ലൂറൈഡും ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ HCO3 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്തുകയാണെങ്കിൽ HCF6ന് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ അവിടെ HCOF2ഉം HCO2F2ഉം HCOF4ഉമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ xenon കോമ്പൗണ്ടുകളുടെ ഹൈഡ്രോളിസിസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ ഹൈഡ്രോളിസിസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യമാണ് അടുത്തത്. HCF2 is hydrolyzed to produce. HCF2 ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴേക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത് HCയും അതുപോലെ തന്നെ HFും O2ഉമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. 2:4 എന്നുള്ള റേഷ്യോയിലാണ് വരേണ്ടത്. 2:4. അപ്പൊ ആൻസർ HC ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനോൺ ഫ്ലൂറൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ xenon ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ഭാഗം പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്ററായ ബയോമോളിക്യൂൾസിലേക്കാണ്. ബയോമോളിക്യൂൾസിൽ കെമിസ്ട്രിയുടെ ഭാഗത്ത് ഒരുപാട് ഭാഗം ബയോളജിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ബയോമോളിക്യൂൾസിൽ ആദ്യം അമിനോ ആസിഡുകളാണ്. പ്രോട്ടീൻസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കുകളാണ് അമിനോ ആസിഡുകൾ. അമിനോ ആസിഡിൽ അമീൻസ് ഗ്രൂപ്പും അസിഡിക് ഗ്രൂപ്പും ഉണ്ട്. NH2 ഗ്രൂപ്പും COH ഗ്രൂപ്പും രണ്ടും ഒരേ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള കോമ്പൗണ്ടുകൾക്കാണ് നമ്മൾ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. 20 അമിനോ ആസിഡുകളാണ് ഉള്ളത്. അതിൽ ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. കൈറൽ സെന്റർ ഉണ്ട്. ഗ്ലൈസിൻ ഈസ് ദ വൺ ആൻഡ് ഓൺലി അമിനോ ആസിഡ് വിച്ച് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി അമിനോ ആസിഡുകൾ തന്നെ അസിഡിക് ഉണ്ട്. അതായത് COH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലും NH2 ഗ്രൂപ്പിന്റെ എണ്ണം കുറവാണ് എങ്കിൽ അസിഡിക് ആയിരിക്കും. ഇനി തിരിച്ചാണെങ്കിൽ ബേസിക് ആണ്. ഒരേ എമൗണ്ട് COH ഗ്രൂപ്പും NH2 ഗ്രൂപ്പാണ് ഉള്ളതെങ്കിൽ അത് ന്യൂട്രൽ അമിനോ ആസിഡ് ആയിരിക്കും. പിന്നെ ആൽക്കഹോളിക് അമിനോ ആസിഡ് ഉണ്ട്, ആരോമാറ്റിക് അമിനോ ആസിഡ് ഉണ്ട്, സൾഫറാറ്റം അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകളുണ്ട്. അപ്പൊ അമിനോ ആസിഡുകൾ പല രീതിയിലുണ്ട്. അതിൽ ഓർത്തിരിക്കേണ്ടത് 20 അമിനോ ആസിഡുകൾ ഉള്ളതിൽ 10 എസെൻഷ്യൽ അമിനോ ആസിഡുകളും ബാക്കിയുള്ള 10 നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. അപ്പം എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ആരെല്ലാം ആണെന്ന് ഓർത്തിരിക്കണം. ഹിസ്റ്റഡിൻ, ലൂസിൻ, ലൈസീൻ അങ്ങനെയുള്ളതെല്ലാം എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അലാനിൻ, അതുപോലെ തന്നെ പ്രൊലൈൻ, സീറിൻ അതെല്ലാം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡാണ്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് സപ്ലൈയിലൂടെ കിട്ടേണ്ട ആവശ്യമില്ല, ബോഡിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട അമിനോ ആസിഡുകളാണ്. അപ്പൊ എസെൻഷ്യലും നോൺ എസെൻഷ്യലും ആരെല്ലാം വേണമെന്ന് ഓർത്തിരിക്കണം. അപ്പൊ എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ടേബിൾ അറിഞ്ഞിരിക്കണം. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. Which among the following is an essential amino acid? Histidine, alanine, proline, serine. Histidine, alanine, proline, serine. അതിൽ അലാനിനും പ്രൊലൈനും സീറിനും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. According to this table, histidine is an essential amino acid. Histidine essential amino acid ആണ്. ബാക്കി 3 പേരും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. അമിനോ ആസിഡിലെ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുന്നതിന് ഫലമായി അവർക്ക് സ്വിറ്റർ അയോൺ ഫോം ചെയ്യാൻ പറ്റും. അമിനോ ആസിഡിലെ COHന്റെ H+നെ NH2 ഗ്രൂപ്പിലെ നൈട്രജൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ NH3C6CO- എന്ന് പറയുന്ന ഒരു സ്വിറ്റർ അയോൺ ഫോമാറ്റിലേക്ക് നമ്മൾ അതിനെ ഡൈപോളാർ അയോൺ എന്ന് വിളിക്കും. സ്വിറ്റർ അയോൺസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. സ്വിറ്റർ അയോൺ ഓർത്തിരിക്കുക, ഡൈപോളാർ അയോൺ അമിനോ ആസിഡിന്റെ. ഇനി പ്രോട്ടീനിലേക്ക് വന്നാൽ, പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ പരസ്പരം ചേർത്തുണ്ടാക്കുന്ന പെപ്റ്റൈഡ് ലിങ്കേജ് വഴി കണക്ട് ചെയ്തുണ്ടാക്കുന്ന ഹെവി മോളിക്യുലർ മാസ് ഉള്ള മാക്രോ മോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ബയോമോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൽ പ്രോട്ടീന്റെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ പ്രോട്ടീനിന്റെ 4 പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ പാർട്ടുകളാണ് ഉള്ളത്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ ആൻഡ് ക്വാറ്റർണറി സ്ട്രക്ചർ. അതായത് അമിനോ ആസിഡുകളെ സീക്വൻസ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പെപ്റ്റൈഡ് ലിങ്കേജ് വഴി സീക്വൻസ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ അതിന്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇനി ഷേപ്പ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. അതായത് ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ അങ്ങനെയുള്ള പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ ഷേപ്പിനെയാണ് നമ്മൾ അതിന്റെ സെക്കൻഡറി സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ഓവറോൾ എങ്ങനെയാണ് ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോൾഡ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ അതിന്റെ ടെറിഷറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ടെറിഷറി സ്ട്രക്ചറിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് തന്നെ ഗ്ലോബുലാർ, ഫൈബ്രസ്, പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം. ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചില അമിനോ ആസിഡുകൾ അല്ലെങ്കിൽ ചില പ്രോട്ടീനുകളിൽ ചിലപ്പോൾ 1-2 പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ സബ് യൂണിറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ പോളിപെപ്റ്റൈഡ് ചെയിനുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഹീമോഗ്ലോബിനകത്ത് തന്നെ 4 ഹീം യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ ഏതൊരു പ്രോട്ടീനുകൾക്കും 4 തരത്തിലുള്ള 4 സ്ട്രക്ചറൽ പാർട്ടുകളുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. ഇനി ഡിനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ, അതായത് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് അതിന്റെ ആ വൈറ്റ്, എഗ് വൈറ്റ് എന്ന് പറയുന്നത് കൊയാഗുലേറ്റ് ചെയ്ത് കട്ടയായിട്ടിരിക്കും. കൊയാഗുലേഷൻ നടത്തി, ഡിനേച്ചറേഷൻ നടത്തി. പ്രോസസ് that bring about the change in physical as well as biological property of polymer proteins are called denaturation of protein. ചിലപ്പോൾ pH ന്റെ ചേഞ്ച് വരുത്താം, ബോയിൽ ചെയ്യപ്പെടുക്കാം, ചിലപ്പോൾ ആസിഡ് ആഡ് ചെയ്യിപ്പിക്കാം. എനിവേ ആ പ്രോട്ടീനിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിനേച്ചുറേഷൻ. ഡിനേച്ചുറേഷൻ നടത്തി കഴിയുമ്പോഴേക്കും പ്രൈമറി സ്ട്രക്ചറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷേ സെക്കൻഡറി, ടെറിഷറി സ്ട്രക്ചറുകളിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അടുത്തത് കാർബോഹൈഡ്രേറ്റ് ആണ്. ബയോമോളിക്യൂൾസിലെ അടുത്ത ഭാഗമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ആണ് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് OSയിൽ എൻഡ് ചെയ്യുന്ന ഗ്ലൂക്കോസ്, അരാബിനോസ്, മാൾട്ടോസ്, റൈബോസ്, OSയിൽ എൻഡ് ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്ത് ഫർദർ സിംപ്ലർ യൂണിറ്റ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തവരെ മോണോസാക്കറൈഡ് എന്ന് വിളിക്കും. ഇനി ഒലിഗോസാക്കറൈഡുകളുണ്ട് 2 മുതൽ 9 വരെയുള്ളത്. അതായത് ഫർദർ ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറുകളായിട്ട് മാറ്റാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റുകൾക്ക് നമ്മൾ ഒലിഗോസാക്കറൈഡ് എന്ന് വിളിക്കും. മോണോസാക്കറൈഡ്, അതിൽ തന്നെ ഡൈ ഉണ്ട്, ട്രൈസാക്കറൈഡ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഗ്ലൂക്കോസുകളും ഫ്രക്ടോസുകളും മോണോസാക്കറൈഡുകളാണ്. C6H12O6ൽ പെടുന്ന ഗ്രൂക്കോസും ഫ്രക്ടോസും മോണോസാക്കറൈഡുകളാണ്. അതായത് അവരെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പേരിൽ തന്നെ ഇടുന്നത് ആൽഡോ ഹെക്സോസ്, കീറ്റോ ഹെക്സോസ്, അത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ആൽഡോ ഹെക്സോസ് ആണ്. കീറ്റോസ് ആണ്, ഫ്രക്ടോസ് കീറ്റോസ് ആണ്. ആൽഡോ ഹെക്സോസ് അല്ല, ആൽഡോ ഓസ് അല്ല. അവിടെ കിട്ടുന്നത് ആൽഡോ അല്ല, കീറ്റോ ഹെക്സോസ് ആണ്. കീറ്റോൺ, അതായത് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഒരു ഒലിഗോസാക്കറൈഡുകളാണ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളെ നമ്മൾ ഹൈഡ്രോളൈസിസ് നടത്തി കഴിയുമ്പോഴേക്കും ഫർദർ സിമ്പിൾ ആയിട്ടുള്ള 2 യൂണിറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറും. ഇപ്പൊ സൂക്രോസ് ആണ് ഹൈഡ്രോളൈസിസ് നടത്തുന്നത്, അത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറും. മാൾട്ടോസ് ആണെങ്കിൽ അത് 2 മോളിക്യൂൾ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ലാക്ടോസ് ആണെങ്കിൽ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് സിമ്പിൾ ആയിട്ടുള്ള 2 ആയതിനാലാണ് നമ്മൾ അത് ഡൈസാക്കറൈഡ് എന്ന് പറയാം. ഒലിഗോസാക്കറൈഡിലെ ഇത് ഡൈസാക്കറൈഡിൽ പെടുന്നവരാണ്. ടെക്സ്റ്റില് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ അവരുടെ റിയാക്ഷനും പറഞ്ഞിട്ടുണ്ട്, അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി സൂക്രോസിലേക്ക് വരികയാണ് എങ്കിൽ, സൂക്രോസ് എന്ന് പറഞ്ഞു മുമ്പ് തന്നെ പറഞ്ഞു, ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പം ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസുമായിട്ടാണ് സൂക്രോസ് മാറുന്നത്. അതുകൊണ്ട് തന്നെ സൂക്രോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോഫ്യൂറാനോസ്. ഈ 2 സ്ട്രക്ചർ, അതാണ് രണ്ടും റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അവിടുത്തെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജുകളും ഓർത്തിരിക്കണം. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബിറ്റ്വീൻ C1 ഓഫ് ആൽഫ ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ബീറ്റ ഫ്രക്ടോസ്. ഇതൊരു നോൺ റെഡ്യൂസിങ് ഷുഗറും കൂടിയാണ്, കെയിൻ ഷുഗർ. മാൾട്ടോസിലേക്ക് വരികയാണെങ്കിൽ, മാൾട്ടോസ് 2 യൂണിറ്റ് ഗ്ലൂക്കോസുകൾ ആൽഫ ഡി ഗ്ലൂക്കോസ് ചേരുമ്പോഴാണ് മാൾട്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മാൾട്ടോസ് 2 മോളിക്യൂൾ ഗ്ലൂക്കോസ് ആണ് ചേരുന്നത്. അതിൽ ഒന്നാമത്തെ ഗ്ലൂക്കോസിന്റെ C1 എൻഡും രണ്ടാമത്തതിന്റെ C4 കാർബണോടെ ചേർന്നിട്ടാണ് അവിടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യുന്നത്. ഇറ്റ്സ് എ റെഡ്യൂസിങ് ഷുഗർ. ഇനി ലാക്ടോസ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ്, മിൽക്ക് ഷുഗർ. ലാക്ടോസ് എന്ന് പറയുന്നത് അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും ഗാലക്ടോസും ഗ്ലൂക്കോസും ആയിട്ടാണ് മാറേണ്ടത്. അപ്പൊ ഗാലക്ടോസും ഗ്ലൂക്കോസും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ലാക്ടോസ് ഉണ്ടാകുന്നത് ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും കൂടെ ചേരുമ്പോഴാണ്. അതിൽ തന്നെ ഗാലക്ടോസിന്റെ C1 കാർബണും ഗ്ലൂക്കോസിന്റെ C4
കാർബണും കൂടെ ചേർന്നിട്ടാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഈ സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണ് അടുത്തത്. ലാക്ടോസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ലാക്ടോസ് ഈസ് കമ്പോസ്ഡ് ഓഫ്. ലാക്ടോസ് എങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? ലാക്ടോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആരൊക്കെ തമ്മിലാ? ലാക്ടോസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ബീറ്റ ഡി, ശരിയല്ലേ? ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും തമ്മിൽ ചേരുമ്പോഴാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യണത്? ലാക്ടോസ് ഉണ്ടാകുന്നത്. ലാക്ടോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും തമ്മിൽ ചേരുമ്പോഴാണ് ഗാലക്ടോസ് എന്ന് പറയുന്ന പോളിസാക്കറൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒലിഗോസാക്കറൈഡ് എന്ന് പറയാം. നമുക്കിനി പോളിസാക്കറൈഡ്. പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർച്ചിനെ പറ്റിയാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർച്ച് മാത്രമല്ല, ഇവിടെ സെല്ലുലോസ് പറയുന്നുണ്ട്. അതുപോലെ സെല്ലുലോസും ഇത് രണ്ടുമാണ് അവിടെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്, സ്ട്രക്ചർ ഉൾപ്പെടെ. അപ്പൊ സ്റ്റാർച്ച് എന്ന് പറയുന്നതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. സ്റ്റാർച്ചിന് രണ്ട് കമ്പോണന്റുകളുണ്ട്. ഒരു അമൈലോസ് പാർട്ട് ഉണ്ട്, amylose pectin part ഉണ്ട്. അപ്പോൾ starch is composed, it's a polymer which composed of two parts. One is amylose, second is amylopectin. amylose ഉണ്ട്, amylopectinum, ഇത് രണ്ടും കമ്പോസ് ചെയ്തിട്ടാണ് സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെ amylose പാർട്ട് എന്ന് പറയുന്നത് 15 മുതൽ 20% വരെ സ്റ്റാർച്ചിൽ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ്, which is water soluble part. അപ്പോൾ ഒരു സ്റ്റാർച്ചിന്റെ വാട്ടർ സോലുബിൾ പാർട്ടാണ് amylose എന്ന് പറയുന്നത്. ഇനി amylose pectin എന്ന് പറഞ്ഞാൽ amylopectin, which is composed of remaining 80 to 85% of starch, which is an water insoluble component. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് which is composed of two components, amylose and amylopectin. Amylose, which is a water soluble part, which is consist of 15 to 20% of total starch ന്റെ percentage എടുക്കുകയാണെങ്കിൽ, amylopectin is a water insoluble part which is composed of 80 to 85% of the starch. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്, പോളിസാക്കറൈഡിലെ സ്റ്റാർച്ചിന്റെ കോമ്പോസിഷനുമായിട്ട് കണക്ട് ചെയ്ത ഒരു ചോദ്യമാണ് അടുത്തത് ഇട്ടിരിക്കുന്നത്. നോക്കാം, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. amylose is water insoluble component of starch, amylopectin is water soluble component of starch. അപ്പോൾ അത് എങ്ങനെയുണ്ട്? amylose എന്ന് പറയുന്നത് വാട്ടർ ഇൻസോലുബിൾ അല്ല, വാട്ടർ സോലുബിൾ പാർട്ട് ഓഫ് സ്റ്റാർച്ച് ആണ്. amylopectin എന്ന് പറയുന്നത് വാട്ടർ ഇൻസോലുബിൾ പാർട്ടാണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റുകൾ സ്റ്റാർച്ചിന്റെ രണ്ട് കമ്പോണന്റുകളെയും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. അങ്ങനെ ആൻസർ കൊടുക്കാം. അപ്പൊ കമ്പോണൻസുകൾ ഓർത്തിരിക്കണം. amylose ഉണ്ട്, amylopectin ഉണ്ട്. amylose വാട്ടർ സോലുബിളും amylopectin വാട്ടർ ഇൻസോലുബിളും ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. എത്ര പെർസെന്റേജ് ഉണ്ട്, ഏതാണ് അവിടുത്തെ ലിങ്കേജ് എന്നും കൂടെ ഓർത്തിരിക്കുക. സെല്ലുലോസിലേക്ക് വരികയാണെങ്കിൽ, സെല്ലുലോസ് ബീറ്റ ഡി ഗ്ലൂക്കോസുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോളിസാക്കറൈഡുകളാണ്. അപ്പൊ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്ലൂക്കോസിന്റെ C1, രണ്ടാമത്തെ ഗ്ലൂക്കോസിന്റെ C4ഉമായിട്ടാണ് ചേർന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് സെല്ലുലോസ്. നമ്മൾ ഇനി ന്യൂക്ലിക് ആസിഡിലേക്ക് പോവുകയാണ്. ന്യൂക്ലിക് ആസിഡ് നിങ്ങൾ ബയോളജിയിലും പഠിച്ചിട്ടുണ്ട്. ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് DNA ആൻഡ് ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് RNA എന്ന് രണ്ട് DNAയും RNAയും വാട്സൺ മോഡൽ ഓഫ് ക്രിക്ക് മോഡൽ ഓഫ് DNA, ഡബിൾ ഹെലിക്കൽ സ്ട്രാൻഡ് മോഡൽ ഓഫ് DNA എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസുകൾ, പ്യൂരിൻ പിരമിഡിന്റെ നൈട്രജൻ ബേസുകളാണ് അവര്. അതുപോലെ തന്നെ നൈട്രജൻ ഫോസ്ഫേറ്റ് ലിങ്കേജുകൾ, ശരിയല്ലേ? ഷുഗർ ഫോസ്ഫേറ്റ് ലിങ്കേജ് ആണ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അതിൽ നൈട്രജൻ ബേസുകൾ അടുത്ത കോംപ്ലിമെന്ററി ആയിട്ട് അടുത്തതിന്റെ നൈട്രജൻ ബേസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിനെ സ്ട്രാൻഡ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ന്യൂക്ലിക് ആസിഡ് രണ്ടെണ്ണം ഉണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA, നമ്മുടെ ഹെറിഡിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബയോമോളിക്യൂളും കൂടിയാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. പാരമ്പര്യ വാഹകർ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ടൈപ്പിൽ പെടുന്നത്. അപ്പൊ ന്യൂക്ലിക് ആസിഡിൽ തന്നെ DNAയും RNAയും ഉണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA, റൈബോസ് ന്യൂക്ലിക് ആസിഡ് RNA. വ്യത്യാസമുള്ളത് DNA-യിൽ ഡിയോക്സി റൈബോ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്, RNA-യിൽ റൈബോസ് ഷുഗർ ആണ്. പിന്നെ നൈട്രജൻ ബേസുകളിലും വ്യത്യാസമുണ്ട്. അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതിന് പകരം യുറാസിലാണെന്നുണ്ടെങ്കിൽ അത് RNA ആയിരിക്കും.
ഹൈഡ്രജൻ ബോണ്ട് ഡബിൾ ബോണ്ട് വഴിയും ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആണ് അടുത്ത സ്ട്രാൻഡ്. ഇനി സ്ട്രാൻഡുകൾ ഫോം ചെയ്തിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ലിങ്കേജ് വഴിയാണ്. ഇനി ഒരു സ്ട്രാൻഡ് മറ്റേ സ്ട്രാൻഡുമായിട്ട് ചേർത്തിരിക്കുന്നത് നൈട്രജൻ ബേസുകളുടെ ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ സ്ട്രക്ചറുമായിട്ടുള്ള വ്യത്യാസമാണ് അടുത്തൊരു ചോദ്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ന്യൂക്ലിക് ആസിഡിന്റെ DNA-യും RNA-യും തമ്മിലുള്ള അവരുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അതിന്റെ ഷുഗർ യൂണിറ്റ് തന്നെ വ്യത്യാസമാണ്. DNA-യിൽ ഡിയോക്സി റൈബോസ് DNA-യിൽ ഡിയോക്സി ആണ് എങ്കിൽ RNA-യിൽ റൈബോസ് ഷുഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷുഗർ കമ്പോണന്റ് പ്രസന്റ് ഇൻ DNA ഈസ് ബീറ്റ D2 ഡിയോക്സി റൈബോസ്. RNA-യിൽ റൈബോസ് ഷുഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റുകളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്ട്രക്ചറിൽ തന്നെയുള്ള വ്യത്യാസം. ഡിയോക്സി റൈബോസ് ഷുഗർ, റൈബോസ് ഷുഗർ. ഇപ്പൊ സ്ട്രക്ചർ ഓർത്തിരിക്കണം. പ്യൂരിൻ ബേസുകൾ, പിരമിഡിൻ ബേസുകൾ ആരൊക്കെ തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു സ്ട്രക്ചർ, ഇനി എന്തെല്ലാമാണ് അവരുടെ സ്ട്രക്ചറിന്റെ വ്യത്യാസം എന്നുള്ളത് ഓർത്തിരിക്കുക. ബയോമോളിക്യൂൾസിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആണ്. വൈറ്റൽ അമീൻസ് എന്നുള്ള വാക്കിൽ നിന്നാണ് വൈറ്റമിൻ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത്. ഒഴിച്ചുകൂടാനാവാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള അമീൻസുകളാണ്. ആദ്യത്തായിട്ട് തവിടിൽ നിന്നാണ് വൈറ്റമിൻസ് ഒക്കെ കണ്ടുപിടുത്തിയത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് വൈറ്റൽ അമീൻസ് എന്നുള്ള പേരിൽ നിന്നാണ് വൈറ്റമിൻ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത്. വൈറ്റമിൻസ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും ഉണ്ട്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസും ഉണ്ട്. വൈറ്റമിൻ A, D, E, K ഇവര് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ ഓരോ വൈറ്റമിനും അതിന്റെ കെമിക്കൽ നെയിമും അത് കുറവുമ്പോൾ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസുകളും അറിഞ്ഞിരിക്കണം. വൈറ്റമിൻ A റെറ്റിനോൾ എന്ന് വിളിക്കും, കണ്ണിന്റെ കാഴ്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇതിൽ വൈറ്റമിൻ D കാൽസിഫെറോൾ എന്ന് വിളിക്കും, റിക്കറ്റ്സ് ഉണ്ടാകുന്നു. അതുപോലെ ഓരോ വൈറ്റമിന്റെയും പേരും കെമിക്കൽ നെയിമും അവരുടെ ഡെഫിഷ്യൻസി ഡിസീസും. ഇനി വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ് ബി കോംപ്ലക്സും അതുപോലെ സിയും. സി അസ്കോർബിക് ആസിഡ്, സ്കർവി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. B1 തൈമിൻ, റൈബോഫ്ലാവിൻ, B1, B2, B3 അങ്ങനെ B12. അതിൽ B12 നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുള്ളതാണ്. സയനോകൊബാലാമിൻ. ആകെപ്പാടെ ഒരേ ഒരു വൈറ്റമിനേ ഉള്ളൂ മെറ്റലാറ്റം അടങ്ങിയിട്ടുള്ളത്. ആ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12, സയനോകൊബാലാമിൻ. ഇനി അപ്പൊ ഇത്രയും ഭാഗമാണ് ബയോമോളിക്യൂൾസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ. അപ്പൊ അടുത്ത ഭാഗം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ കെമിസ്ട്രിയാണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രി ലാസ്റ്റ് ഇയർ മുതൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ് പ്രാക്ടിക്കൽ കെമിസ്ട്രി. അപ്പൊ ഇതിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ലെസജൻസ് ടെസ്റ്റ് പഠിക്കാനുണ്ട്. അതായത് ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്, ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇനി കാറ്റോൺ ആനോണിന്റെ അനാലിസിസും. അത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തത് ലെസജൻസ് ടെസ്റ്റ്. ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്ററിലും പഠിച്ചിട്ടുള്ളതാണ്. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ, സൾഫർ, ഹാലജൻ ഇവരുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലെസജൻസ് ടെസ്റ്റ്. ഇപ്പോൾ കോമ്പൗണ്ട് ആസ്വദിച്ചെടുത്തിട്ടല്ല ടെസ്റ്റ് ചെയ്യണത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉപയോഗിച്ച് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യും. ഒരു പീസ് ഓഫ് സോഡിയം മെറ്റലിനെ ഇഗ്നിഷൻ ട്യൂബിലിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ച ശേഷം ഓർഗാനിക് കോമ്പൗണ്ട് അതിലേക്ക് ആഡ് ചെയ്തു, ഹീറ്റ് ചെയ്തു, റെഡ് ഹോട്ട് ആകുമ്പോഴേക്കും വാട്ടറിലേക്ക് ഇട്ടു. ചൈന ഡിഷിൽ എടുത്തിരിക്കുന്ന വാട്ടറിലേക്ക് പ്ലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് വിളിക്കുന്നത്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉപയോഗിച്ചാണ് ലെസജൻസ് ടെസ്റ്റ് നടത്തുന്നത്. സാധാരണ ഡയറക്റ്റ് ആയിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് ലെസജൻസ് ടെസ്റ്റ് ചെയ്യാറില്ല. കാരണം ഓർഗാനിക് കോമ്പൗണ്ട് ചിലപ്പോൾ കോവാലന്റ് കോമ്പൗണ്ടുകളാണ്, ചിലപ്പോഴല്ല കോവാലന്റ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ അവരെ അയോണിക് ആയി സോലബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉപയോഗിച്ചാണ് നൈട്രജന്റെയും സൾഫറിന്റെയും ഹാലജന്റെയും ലെസജൻസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജന്റെ പ്രസൻസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അതിനുവേണ്ടി തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുക. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഫെറിക് ക്ലോറൈഡ്, ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് ആസിഡിഫൈ ചെയ്തു. ആസിഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രഷ്യൻ ബ്ലൂ കളർ, ബ്ലൂയിഷ് ഗ്രീൻ എന്നാണ് നമ്മൾ അതിനെ പ്രഷ്യൻ ബ്ലൂ എന്നാണ് ടെക്നിക്കലി പറയാറുള്ളത്. പ്രഷ്യൻ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ട് എന്നാണ്. പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടാകാനുള്ള കാരണം ഫെറിക് ഫെറോ സയനൈഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തതിനാലാണ്. Fe4 FeCN6 ഹോൾ ത്രൈസ് ഫെറിക് ഫെറോ സയനൈഡ് എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ ഇത് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചാപ്റ്ററിൽ ഈ കോമ്പൗണ്ടിന്റെ പേരിടാൻ വരെ പഠിച്ചിട്ടുള്ളതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, ഇൻടെക്സ്റ്റ് ക്വസ്റ്റിനകത്ത്.
അപ്പൊ നൈട്രജന്റെ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ലെസജിൻസ് ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ നൈട്രജന്റെ പെർസെൻസ് ഡിറ്റക്ട് ചെയ്യുകയാണ് ഓർഗാനിക് കോമ്പൗണ്ടിൽ. പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടണം. ഇനി സൾഫറിനെ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഇത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്തു. അതിലേക്ക് സോഡിയം നൈട്രോപ്രസൈഡ് ആഡ് ചെയ്യുമ്പോഴേക്കും വയലറ്റ് കളറിലുള്ള സോഡിയം സൾഫോ നൈട്രോപ്രസൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ Na4 FeCN5 NOS എന്ന് പറയുന്ന സോഡിയം സൾഫോ നൈട്രോപ്രസൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി സൾഫറും നൈട്രജനും രണ്ടും കൂടി ഉള്ളതാണ് എങ്കിൽ അവിടെ ബ്ലഡ് റെഡ് കളർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല ചുമപ്പ്, രക്തത്തിന്റെ ചുവപ്പ് നിറം കിട്ടും. FeCNS ത്രൈസ് എന്ന് പറയുന്ന ഫെറിക് തയോസയനൈഡ് പ്രൊഡ്യൂസ് ചെയ്തതാണ് ആ ബ്ലഡ് റെഡ് കളറിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നൈട്രജന്റെ ടെസ്റ്റ്, സൾഫറിന്റെ ടെസ്റ്റ്, കോംപ്ലക്സ് ഉൾപ്പെടെ അറിഞ്ഞിരിക്കണം. നൈട്രജനും സൾഫറും രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ എന്താണ് കളർ, അതിന്റെ കോംപ്ലക്സിന്റെ പേരും സ്ട്രക്ചറും അറിഞ്ഞിരിക്കണം. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യമാണ് അടുത്തത്. In a Lessagin's test for the detection of sulfur, organic compound is treated with sodium nitroprusside. Violet color is produced due to the formation of dash. Violet color ഉണ്ടാകാനുള്ള കാരണം, ഇപ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് സോഡിയം നൈട്രോപ്രസൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ടിലുള്ള സൾഫർ സോഡിയം നൈട്രോപ്രസൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സൾഫോ നൈട്രോപ്രസൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സോഡിയം നൈട്രോപ്രസൈഡ് react with the sulfur present in the organic compound, which will give sodium sulfo nitroprusside, Na4 FeCN5 NOS. Na4 FeCN5 NOS. This is the structure of sodium sulfo nitroprusside. Sodium sulfo nitroprusside. Option 1 ആണ് അതിന്റെ ആൻസർ. ഇത് ഫസ്റ്റ് ഇയറിലെ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഹാലജന്റെ ഡിറ്റക്ഷൻ ആണ്. നെക്സ്റ്റ്, ഹാലജനെ ഡിറ്റക്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് സിൽവർ നൈട്രേറ്റും നൈട്രിക് ആസിഡും ആഡ് ചെയ്യും. അപ്പൊ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തു, അതിലേക്ക് 1-2 ഡ്രോപ്പ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു ആദ്യം, അതിനുശേഷം സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. അപ്പൊ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും ഹാലജൻ ആറ്റം ക്ലോറിൻ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ സിൽവർ ക്ലോറൈഡിന്റെ വെളുത്ത പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. സിൽവർ ക്ലോറൈഡിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ബ്രോമിനോ അയഡിനോ ആണ് എങ്കിൽ സിൽവർ ബ്രോമൈഡിന്റെ മഞ്ഞ കളറിലെ പ്രസിപ്പിറ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഇസ് സോലബിൾ ഇൻ NH4OH. അമോണിയം ഹൈഡ്രോക്സൈഡിൽ അത് സോലബിൾ ആയിരിക്കും. അയഡിൻ ആണ് എങ്കിൽ അവിടെ മഞ്ഞ കളറിലുള്ള യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് സിൽവർ അയോഡൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഇസ് ഇൻസോലബിൾ ഇൻ NH4OH. NH4OH അത് ഇൻസോലബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് ക്ലോറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഹാലജന്റെ ഡിറ്റക്ഷൻ, നൈട്രജന്റെ ഡിറ്റക്ഷൻ, സൾഫറിന്റെ ഡിറ്റക്ഷൻ, ഇത് മൂന്നും ലെസജിൻസ് ടെസ്റ്റിൽ പെടുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് എലമെന്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രോകാർബൺ മുതൽ അങ്ങ് അമീൻസ് വരെയുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പലയിടത്തും ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്നും കൂടെ നമ്മൾ ഓർത്ത് വെക്കുകയാണ് ഈ ഒരു ചാപ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പുകളെ, ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് അടുത്തത്. ആൽക്കഹോളിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സോഡിയം മെറ്റൽ ടെസ്റ്റ് ഉപയോഗിക്കാം. ആൽക്കഹോളിലേക്ക് സോഡിയം മെറ്റൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്യും. അപ്പൊ അതൊരു ടെസ്റ്റ് ആണ്, ആൽക്കഹോളിനെ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. രണ്ടാമത്തത് എസ്റ്റർ ടെസ്റ്റ്. ആൽക്കഹോളും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴേക്കും എസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യും. എസ്റ്ററിന് നല്ല ഫ്രൂട്ടി സ്മെല്ലായിരിക്കും. ഫ്രൂട്ടി സ്മെല്ലിലുള്ള എസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൽക്കഹോൾ ആണോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആൽക്കഹോളിലേക്ക് ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡ് ആഡ് ചെയ്യുക, 2-3 ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മണത്ത് നോക്കുമ്പോഴേക്കും നല്ല എസ്റ്ററിന്റെ സ്മെല്ല്, നല്ല പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ല് വരും. അതിനാണ് നമ്മൾ എസ്റ്റർ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറിയും ആൽക്കഹോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. അറിയാം, ടെറിഷറി ആൽക്കഹോൾ ടെർബിഡിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് തരും, സെക്കൻഡറി വിത്തിൻ 5 മിനിറ്റ് ആണ്, പ്രൈമറി തരത്തില്ല. ലൂക്കാസ് ടെസ്റ്റുകൾ. ഇനി ഫീനോളിക് ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ടെസ്റ്റ്. അപ്പൊ ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ഫീനോളിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ വയലറ്റ് കളറിലുള്ള ഒരു സൊല്യൂഷൻ ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും അത് ഫീനോൾ ആണെന്ന്. അല്ല എങ്കിൽ ഫീനോളിലേക്ക് ടാലിക് ആൻഹൈഡ്രൈഡ് ആഡ് ചെയ്ത ശേഷം അതിലേക്ക് 1-2 ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, ഹീറ്റ് ചെയ്യുക, എന്നിട്ട് അത് ആൽക്കഹോൾ സൊല്യൂഷനിലേക്ക് ഒഴിച്ച് അത് ഡയലൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ ഫിനോഫ്തലീന്റെ പിങ്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണാൻ പറ്റും. എന്നിട്ട് ആ സൊല്യൂഷൻ ഹീറ്റ് ചെയ്ത ശേഷം
ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് NaOH ആഡ് ചെയ്യുക. ആ NaOH എടുത്തിരിക്കുന്ന ബീക്കറിലെ വെള്ളത്തിലേക്ക് കുറച്ചെടുത്ത് ഒഴിച്ച് കഴിയുമ്പോഴേക്കും അവിടെ പിങ്ക് നിറം പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഫിനോഫ്തലീൻ ബേസിക് സൊല്യൂഷനിൽ പിങ്ക് കളറാണല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി കാർബോക്സിൽ ഗ്രൂപ്പ് COH ഗ്രൂപ്പുകളെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ് ആസിഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആസിഡ് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബ്രിസ്ക് എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബ്രിസ്ക് എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആസിഡ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ എസ്റ്റർ ടെസ്റ്റ്, ആസിഡിനെ തിരിച്ചറിയാനും നമുക്ക് എസ്റ്റർ ടെസ്റ്റ് ഉപയോഗിക്കാം. ആസിഡ് തന്നിരിക്കുന്ന ആസിഡ് ആണോ എന്ന് അറിയണം, അല്ലെങ്കിൽ കൺഫേം ചെയ്യണം. അപ്പൊ ആസിഡിലേക്ക് ആൽക്കഹോൾ ഒഴിക്കുക, സൾഫ്യൂരിക് ആസിഡ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഒരു ബീക്കറിലെ വാട്ടറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എങ്കിൽ പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആസിഡ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ആസിഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റും കൂടിയാണ് അത്. കാർബണൈൽ കോമ്പൗണ്ട്, അതായത് ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് 2,4-ഡൈനൈട്രോഫിനൈൽ ആഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ്. ഇപ്പൊ 2,4-ഡൈനൈട്രോഫിനൈൽ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആൽഡിഹൈഡുകളും കീറ്റോണുകളും ഓറഞ്ച് മഞ്ഞ കലർന്ന കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കറസ്പോണ്ടിങ് ഹൈഡ്രസോൺ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് സോഡിയം ബൈസൾഫൈറ്റ് ടെസ്റ്റ്. ആൽഡിഹൈഡിന്റെ ബൈസൾഫൈറ്റ് അഡക്റ്റുകൾ അത് ക്രിസ്റ്റലൈൻ ആയിരിക്കും, കീറ്റോണുകളുടെ സാധാരണ സോലിബിൾ ആയിട്ട് പോകും എക്സെപ്റ്റ് അസറ്റോൺ ഒഴിച്ച്. ഇനി ഹൗ ക്യാൻ വി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ? അപ്പൊ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും തിരിച്ചറിയാൻ വേണ്ടി സാധാരണ അവരുടെ ഓക്സിഡേഷൻ ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ടൊള്ളൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം, ഫെല്ലിങ്സ് ടെസ്റ്റ് ഉപയോഗിക്കാം, ബെനഡിക്ട് ടെസ്റ്റ് ഉപയോഗിക്കാം, ഷിഫ് ടെസ്റ്റ് ഉപയോഗിക്കാം. എല്ലാ ടെസ്റ്റും അലിഫാറ്റിക് ആൽഡിഹൈഡിന് പോസിറ്റീവ് ആയിട്ടായിരിക്കും. അരോമാറ്റിക് ആൽഡിഹൈഡ് ടൊള്ളൻസ് ടെസ്റ്റ് മാത്രമേ തരത്തുള്ളൂ. കീറ്റോണുകൾക്ക് ഈ ടെസ്റ്റ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇത് നിങ്ങൾ ആൽഡിഹൈഡ് കീറ്റോണിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ടൊള്ളൻസ്, ഫെല്ലിങ്സ്, ബെനഡിക്ട്, ഷിഫ് ടെസ്റ്റ്. NCERT-ൽ ടൊള്ളൻസും ഫെല്ലിങ്സും മാത്രമേ ഉള്ളൂ. അമിനോ ഗ്രൂപ്പുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കാർബിലമീൻ ടെസ്റ്റ് നടത്തിയാൽ മതി. ഒഫൻസീവ് സ്മെല്ലുള്ള പ്രൈമറി അമീൻസിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ക്ലോറോഫോമും ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഒഫൻസീവ് സ്മെല്ലുള്ള ഐസോസൈനൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, കാർബിലമീൻ പ്രൊഡ്യൂസ് ചെയ്യും. കാർബിലമീൻ ടെസ്റ്റ് എന്ന് വിളിക്കും. അസോ ഡൈ ടെസ്റ്റ്, കപ്ലിംഗ് റിയാക്ഷൻ നടക്കുമ്പോഴേക്കും ഓറഞ്ചോ മഞ്ഞയോ കലർന്ന കളറിലുള്ള ഡൈകൾ ഉണ്ടാകും. അതും അവരുടെ ടെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അമീൻസ് ഉണ്ടോ ഇല്ലെന്ന്. അസോ ഡൈ ടെസ്റ്റ്. ഇനി ഹൗ ക്യാൻ വി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി അമീൻസ് യൂസിങ് ഹിൻസ്ബർഗ് റിയേജന്റ്? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്രൈമറി അമീൻസിനും സെക്കൻഡറി അമീൻസിനെയും, പ്രൈമറി അമീൻസ് N-alkyl ബെൻസീൻ സൾഫണമൈഡ് കിട്ടും, സോലിബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീൻ NN ഡൈആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് തരും, which is insoluble in alkali. ടെറിഷറി അമീൻ will never react with the Hinsberg reagent. അപ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റ് ഉപയോഗിച്ച് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻസുകളെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അനാലിസിസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആണ്. അപ്പൊ കാറ്റയോൺസുകളെ 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഇതിൽ പെടാത്തവരെ 0 ഗ്രൂപ്പിൽ അമോണിയമാണുള്ളത്. അപ്പൊ അമോണിയത്തിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്, റിയേജന്റ് ആണ് NaOH. അപ്പൊ അമോണിയം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കോമ്പൗണ്ടിലേക്ക് സ്ട്രോങ് NaOH ആഡ് ചെയ്യുക. അപ്പൊ NaOH ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമോണിയയുടെ മണം വരും, പഞ്ചന്റ് സ്മെല്ല് ഉണ്ടാകും. ഗ്ലാസ് റോഡ് dipped in concentrated hydrochloric acid is shown into the mouth of the test tube. Dense white fumes അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അല്ല കൺഫേം ചെയ്യാനായിട്ടാണെങ്കിൽ നെസ്ലേസ് റിയേജന്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് ഗ്രൂപ്പിൽ സാധാരണ ലെഡ് ആണ് കൊടുക്കാറ്. ഫസ്റ്റ് ഗ്രൂപ്പ് റിയേജന്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുകയാണ്. ലെഡ് ഉണ്ടെങ്കിൽ ലെഡ് ക്ലോറൈഡിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഗോൾഡൻ യെല്ലോ സ്പാങ്കിൾസ് വെൻ ഹോട്ട് ആയിരിക്കുമ്പോൾ ഗോൾഡൻ യെല്ലോ സ്പാങ്കിൾസ് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ കോപ്പർ ആണ് സാധാരണ ഉള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ആഡ് ചെയ്ത ശേഷം അതിലേക്ക് H2S ഗ്യാസ് പാസ് ചെയ്യുക. H2S ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളറിലെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പിലെ കോപ്പർ ആണ്. തേർഡ് ഗ്രൂപ്പിൽ അലുമിനിയവും അയണും ആണുള്ളത്. ടെസ്റ്റ് രണ്ടും ഒരുപോലെ തന്നെയാണ്. തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ സൊല്യൂഷനിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ആഡ് ചെയ്യുക. വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആണ് എങ്കിൽ അത് അലുമിനിയം ആയിരിക്കും. ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അത് അയൺ ആയിരിക്കും. ഇനി ആഷ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഫിൽറ്റർ പേപ്പർ മുക്കിയിട്ട് കത്തിക്കുകയാണ്. എന്നിട്ട് അതിനെ ബേൺ ടു ആഷ് ചെയ്യുമ്പോഴേക്കും അവിടെ ബ്ലൂ ടിൻറ്റഡ് ആഷ് ആണെങ്കിൽ അത് അലുമിനിയം ആയിരിക്കും. ഇനി ഗ്രൂപ്പ് 4-ൽ നമുക്ക് സിങ്കും നിക്കലും കൊബാൾട്ടും മാംഗനസും ഒക്കെ ഗ്രൂപ്പ് 4-ൽ തന്നെയാണ്. അപ്പോൾ ഗ്രൂപ്പ് 4 റിയേജന്റ്
അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്ത് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പ് 4 കോമ്പൗണ്ടുകളാണ് എങ്കിൽ അവിടെ കറസ്പോണ്ടിങ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. നിക്കൽ ആണ് എങ്കിൽ കറുത്ത നിറം തരും, സിങ്ക് ആണ് എങ്കിൽ ഡർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി നിക്കലിനെ കൺഫേം ചെയ്യാൻ വേണ്ടി ഡൈമീഥൈൽ ഗ്ലയോക്സൈം ആഡ് ചെയ്യുമ്പോൾ റോസ് റെഡ് കളറിലെ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അല്ല എങ്കിൽ ഇനി സിങ്ക് ആണ് എങ്കിൽ നമ്മൾ ആഷ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, അവിടെ ഗ്രീൻ ആഷ് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്രൂപ്പ് 5 ആണെങ്കിൽ ബേരിയം കാൽഷ്യം ആണ് ആ ഗ്രൂപ്പിൽ പെടേണ്ടത്. അപ്പൊ ബേരിയം കാൽഷ്യം ആ ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്താണ് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനെയും ഫ്ലെയിം ടെസ്റ്റ് ഉപയോഗിക്കാം. ആപ്പിൾ ഗ്രീൻ ആണെങ്കിൽ ബേരിയം ആയിരിക്കും, ബ്രിക്ക് റെഡ് ആണെങ്കിൽ കാൽഷ്യം ആയിരിക്കും, ക്രിംസൺ റെഡ് സ്ട്രോൺഷ്യം ആയിരിക്കും. ഗ്രൂപ്പ് 6 റിയേജന്റ് മഗ്നീഷ്യം ആണ് ഗ്രൂപ്പ് 6. ഡൈസോഡിയം ഹൈഡ്രോജൻ ഫോസ്ഫേറ്റ് അമോണിയം ക്ലോറൈഡിനോടും അമോണിയം ഹൈഡ്രോക്സൈഡിനൊപ്പം ആഡ് ചെയ്യുക. എന്നിട്ട് സ്ക്രാച്ച് വിത്ത് എ ഗ്ലാസ് റോഡ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എഗെയിൻ ആഷ് ടെസ്റ്റ് ആണ് അവരുടെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട്. കാറ്റോണിന്റെ ആനിയോണിന്റെ ടെസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ആനിയോണുകളാണ് കാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്, നൈട്രേറ്റ്. ടെസ്റ്റുകൾ ഇതാണ്: തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ കളർലെസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എഫർവസൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാർബണേറ്റ് ആണ്. ക്ലോറൈഡ് ആണ് എങ്കിൽ നമ്മളവിടെ നൈട്രിക് ആസിഡ്, സിൽവർ. ക്ലോറൈഡിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ടെസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഗ്ലാസ് റോഡ്, വാട്ടർ മുക്കിയ ഗ്ലാസ് റോഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അമോണിയ ഹൈഡ്രോക്സൈഡ് മുക്കിയ ഗ്ലാസ് റോഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമോണിയ ഹൈഡ്രോക്സൈഡിന്റെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് കിട്ടും. ഇനി കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. അവിടെ ഡയലൂട്ട് നൈട്രിക് ആസിഡ്, സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സിൽവർ ക്ലോറൈഡിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സൾഫേറ്റിന്റെ ടെസ്റ്റ് ആണെങ്കിൽ ബേരിയം ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ബേരിയം സൾഫേറ്റിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. നൈട്രേറ്റ് ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് പേപ്പർ ബോൾ ഉപയോഗിച്ചിട്ടുള്ള ബ്രൗൺ ഫ്യൂംസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാണ്. അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഇപ്പൊ ക്ലോറൈഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് തന്നിരിക്കുന്ന സോൾട്ട് സൊല്യൂഷനിലേക്ക് സിൽവർ നൈട്രേറ്റും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്, വിച്ച് ഈസ് സോലബിൾ ഇൻ NH4OH. NH4OH സോലബിൾ ആണെങ്കിൽ അത് ക്ലോറൈഡ് ആണെന്ന് കൺഫേം ചെയ്യാം. ഇനി നൈട്രേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സോൾട്ട് സൊല്യൂഷൻ എടുത്തു, ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസൾഫേറ്റ് ആഡ് ചെയ്തു, അതിലേക്ക് ടെസ്റ്റ് ട്യൂബ് ചെരിച്ചു പിടിച്ച് സൈഡിലൂടെ സൾഫ്യൂരിക് ആസിഡ് 1-2 ഡ്രോപ്പ് ഒഴിച്ചു. അപ്പൊ ആ 2 ലിക്വിഡുകളും ചേരുന്ന ജംഗ്ഷനിൽ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ ഒരു ലെയർ ഫോം ചെയ്യും, ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. നമ്മൾ അതിനെയാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതൊരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. നൈട്രേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണത്. ഇനി സൾഫേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന് നേരത്തെ തന്നെ പറഞ്ഞ ടെസ്റ്റ് തന്നെ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുകയാണ്. അപ്പൊ ബേരിയം സൾഫേറ്റ് കിട്ടും. ബേരിയം സൾഫേറ്റ് കിട്ടുന്ന ആ ടെസ്റ്റാണ് അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഈസ് മെയ്ഡ് ഫോർ എന്തിനു വേണ്ടിയാണ്? ക്ലോറൈഡ്, അയഡൈഡ്, ബ്രോമൈഡ്, നൈട്രേറ്റ്. അപ്പൊ നൈട്രേറ്റിനെ കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നൈട്രേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷനിൽ, ഈ ഒരു നീറ്റ്ഫ്ലിക്സ് സീരീസിൽ നമ്മൾ 3 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് പി ബ്ലോക്ക് എലമെന്റ്, അതിൽ തന്നെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിന്റെയും പി ബ്ലോക്ക് എലമെന്റ്. രണ്ടാമത് ബയോമോളിക്യൂൾസ്, അതിൽ പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസിന്റെ പോർഷൻ. പിന്നുള്ളത് പ്രാക്ടിക്കൽ കെമിസ്ട്രി. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ ഓർഗാനിക്കിന്റെ ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ്, ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ, പിന്നെ കാറ്റോൺ ആനയോൺ മിക്സ്ചർ. ഇത് 3 പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ നീറ്റ്ഫ്ലിക്സ് ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 3 ചാപ്റ്ററുകളും വേണ്ട വിധത്തിൽ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ നീറ്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.